യേശു യാത്രയിലാണ്. ടൈർ സീതോനെ കഴിഞ്ഞു, ഇപ്പോൾ ദെക്കപ്പോളിസിലെത്തി. അവിടെ കടൽ തീരത്തൂടി നടന്നു പോവുകയാണ്. അവിടെ വെച്ചാണ് ബദിരനും സംസാരിക്കുന്ന തടസ്സമുള്ളവരുമായ ഒരാൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. അവരെല്ലാവരും ആവശ്യപ്പെട്ടത് അവൻ്റെ ശരീരത്തിൽ നിന്ന് കൈകൾ വയ്ക്കണം, കാര്യങ്ങളൊന്നും എളുപ്പമാവും. അത്ഭുതങ്ങളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൈവച്ചാൽ മാത്രം മതി, കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തീരും. എന്നാൽ യേശുവിൻ്റെ മിറാക്കിളൊക്കെ വ്യത്യസ്തമാണല്ലോ. പലയിടത്തും പല രീതിയിലാണ് അവൻ സൗഖ്യം നൽകിയിട്ടുള്ളത്. ഇവിടെ യേശു വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് എടുത്തത്. അതായത് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് അവൻ്റെ ചെവികളിൽ വിരലിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് യേശു എന്തുകൊണ്ടാണ് ഈ തുപ്പലുകൊണ്ടൊക്കെ അവൻ്റെ നാവിൽ വെച്ചത്? ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് കാണുമ്പോൾ ഇത്രയും പ്രോസസ്സ് യേശുവിന് ആവശ്യമുണ്ടായിരുന്നോ? മാറ്റി നിർത്തി അവൻ്റെ ചെവിയിൽ വിരലിട്ട് അവൻ തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ തൊട്ട് പിന്നീട് എഫാത്ത എന്നൊക്കെ പറഞ്ഞ്, ഇതൊരു ലോങ് പ്രോസസ്സ് അല്ലേ? പെട്ടെന്നൊക്കെ മാറ്റി നിർത്താനൊക്കെ പറ്റില്ല. ഒരു കൂട്ടമുണ്ട്, അവരെയൊക്കെ നിൽക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റി നിർത്തി. ഇങ്ങനെ ഒരു ലോങ് പ്രോസസ്സ് യേശുവിന് ആവശ്യമുണ്ടായിരുന്നോ? പിന്നെ ഈ തുപ്പൽ കൊണ്ട് നാവിൽ തൊടുക എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര നല്ലൊരു രീതിയാണോ? ഇപ്പോഴാണെങ്കിൽ ഹൈജീനിക് പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ. ഇതിൽ തിരിച്ചറിയേണ്ട ഒരു സത്യം എന്താണെന്നറിയോ? യേശു വ്യത്യസ്തമായിട്ടാണ് ഓരോ മനുഷ്യരിൽ ഇടപെടുന്നത്. വ്യത്യസ്തമായിട്ടാണ് അവൻ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഇറങ്ങിച്ചെല്ലുന്നത്. നമുക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് യേശു ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. യേശുവിൻ്റെ രീതികളൊക്കെ യുണീക്കാണ്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ രീതിയിൽ അവൻ്റെ ഇടപെടൽ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മളതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നോക്കി നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നുമല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അവൻ്റെ തീരുമാനങ്ങളും അവൻ്റെ രീതികളും വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ക്രിസ്തു മറ്റൊന്നായി മാറിയത്. അവൻ രക്ഷകനാണെന്ന് ഈ ഭൂമി തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും രക്ഷകൻ തന്നെയാണ്. വ്യത്യസ്തമായ രീതിയിൽ അവൻ ഇടപെടും. ആ വ്യത്യസ്തതയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ വ്യത്യസ്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ മനസ്സുണ്ടോ? തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമ്മളെയും തേടി വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.